സമസ്തയുടെ കെ വിഭാഗം നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പല നേതാക്കന്മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഭാര്യയെ കൂടാതെ ഇൻചാർജ് ഭാര്യ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഒരു മുഖ്യമന്ത്രി മരിച്ചു പോകുമ്പോൾ ആക്ടിങ് CM എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതായത് താൽക്കാലിക മുഖ്യമന്ത്രി. അതുപോലെ ഒരു ഇൻചാർജ് ഭാര്യ എല്ലാ മുഖ്യമന്ത്രി, സെക്രട്ടറി, പേഴ്സണൽ സെക്രട്ടറി എന്ന് കേട്ടിട്ടുണ്ട്. അതിനെയാണോ ഇങ്ങനെ പറയുന്നത്? അതല്ലാതെ അങ്ങനെ ഒരു പദവി ശരിക്കും ഉണ്ടോ, ഇൻചാർജ് ഭാര്യ? പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനൊന്നും താല്പര്യമില്ല അവർക്ക്. അതായത് നീ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? 1 കെട്ടും 2 കെട്ടും 4 കെട്ടും, വേണ്ടി വന്നാൽ EMSന്റെ ഓളയും കെട്ടും മോളയും കെട്ടും. ഇത് മുസ്ലിം ലീഗിന്റെ അതായത് 1985 കാലഘട്ടത്തിൽ കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇത്. ഓർമ്മയുള്ളവരൊന്ന് ഓർത്തു വെച്ചേക്കാം, കാരണം ആവശ്യം വരും. ഇനിയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്, അവരെ തന്നെ. ഇനി 2025 നടന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. അതായത് ജനപ്രതിനിധികൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്തയുടെ കെ വിഭാഗം നേതാവും മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി രംഗത്ത് വരികയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പല മന്ത്രിമാർക്കും MP-മാർക്കും, ശ്രദ്ധിക്കുക, MP-മാർക്കും MLA-മാർക്കും, പല മന്ത്രിമാർക്കും MP-മാർക്കും MLA-മാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ട്. ഇത് ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം? അതൊരു ചോദ്യമല്ലേ. ഇപ്പോ ഇതൊരു ഒരു വിവാദമായ പരാമർശമാണ്. എന്ന് വെച്ചാൽ കുടുംബമായിട്ട് കഴിയുന്ന എല്ലാവരൊക്കെയും കിട്ടുന്ന വലിയൊരു അടിയാണ്. ഒരു മുഖവരയും ഇല്ലാതെ, ഒരു തരത്തിലും നാണക്കേടും അല്ലെങ്കിൽ ഇത് വിവാദമാകുമെന്നുള്ള ഭയമോ ഒന്നുമില്ലാതെ തുറന്നടിക്കുകയാണ് മന്ത്രിമാർ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന പകൽമാന്യന്മാരായിട്ടുള്ള മന്ത്രിമാരെയാണ് താൻ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പകൽ മാന്യന്മാരാരും നല്ലവരല്ല എന്ന് ഒരു ഭയവും കൂടാതെ ഇത് നാളെ വിവാദമാകും എന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹം തുറന്നടിച്ച് പറയുകയാണ്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ബഹുഭാര്യത്വം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കേരളത്തിൽ കൊണ്ടുവരാനും കുറെ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറെ നാളുകളായി കിടന്ന് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു കൂട്ടമാണിവർ. അവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. ഭാര്യമാർ മാത്രമല്ല, ഇൻചാർജ് ഭാര്യമാർ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ചിലർ അത് ശരിയാണല്ലോ എന്ന് പറയുന്നവരും ഉണ്ട്. ഇവർക്കൊക്കെ ഒരു ഭാര്യ ആയിരിക്കും ഉണ്ടാകുക, എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നും ബഹുഭാര്യത്വത്തെ എതിർത്ത് ഇവരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണെന്നുമാണ് ഡോക്ടർ ബഹദൂർ നദ്വി പറയുന്നത്. ഒരു ഭാര്യയായിരിക്കും ഇവർക്കുണ്ടാവുക, എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ഇവിടത്തെ ആളുകൾ എല്ലാവരും ചമ്മി നാറിപ്പോകും. ബഹുഭാര്യത്വത്തെ എതിർത്ത് സമൂഹത്തിൽ മാന്യന്മാരായി വേഷം കെട്ടുന്നവരുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണ് എന്നാണ് പരിഹസിക്കുന്നത്. കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ അമ്മ 11ാം വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നും അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്നതുകൂടി പറയുന്നില്ല. എന്നാൽ പല കാര്യങ്ങൾ ന്യായീകരിക്കാനാണ് EMSന്റെ അമ്മയുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നത്. അത് ഏത് കാലഘട്ടത്തിലായിരുന്നു, അവിടെ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കേരള സമൂഹം അന്നുണ്ടായിരുന്നത് എന്നൊന്നും പറയാതെ അന്നുണ്ടായിരുന്ന 11 വയസ്സിലെ വിവാഹം അത് വീണ്ടും കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വിഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ആവശ്യമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന അദ്ദേഹം പണ്ഡിതൻ അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിക്കുന്ന പണ്ഡിതൻ ഈ ഒരു സർവകലാശാലയുടെ തലവൻ കൂടിയാണ്. ആ നിലയ്ക്ക് കൂടി നിന്ന് നോക്കുമ്പോഴാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് മടവൂരിൽ സുന്നി മഹല ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഈ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സജീവ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച നേതാവായിരുന്നു EMS. അദ്ദേഹം 11 വയസ്സുള്ളപ്പോഴാണ് EMSന്റെ അമ്മയെ കെട്ടിച്ചത്.
അതായത് വിവാഹം ചെയ്തത്. 15 നൂറ്റാണ്ട് പിന്നിലേക്ക് 15 നൂറ്റാണ്ട് പിന്നിലേക്കൊന്നും പോകണ്ട, ഇതാ 20-ാം നൂറ്റാണ്ടിലെ സംഭവമാണ്. ഇനി ബഹുഭാര്യത്വത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക്, MLA മാർക്ക്, MP മാർക്കും ഒക്കെ ഒരു ഭാര്യ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻ ചാർജ് എന്ന് അങ്ങനെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം. ഇങ്ങനെ ഇല്ലാത്തവർ കൈയുയർത്താൻ പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാകും എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോ 11 വയസ്സിൽ ഇനി കല്യാണം കഴിക്കണം, അതാണ് ഇങ്ങേരുടെ ആവശ്യം. അതായത് ബഹുഭാര്യത്വം കൊണ്ടുവരണം. പണ്ട് പാഞ്ചാലി 5 പേരെ കല്യാണം കഴിച്ച്, അതുപോലെ ഇനി ഒരുത്തനും 5-6 പേരെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇനി വിവാഹ പ്രായവും കുറയ്ക്കണം. EMSന്റെ അമ്മ 11 വയസ്സിൽ കെട്ടി. എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്കും 11 വയസ്സിൽ കെട്ടിക്കൂടാ? ചില്ലറ കഴപ്പൊന്നുമല്ല, കളവരെ ഒന്തിയ കഴപ്പാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് എങ്ങനെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സിലേക്ക് എത്തിക്കാന്ന് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെൺകുട്ടികൾ കല്യാണമേ കഴിക്കണ്ട, ലിവിങ് ടുഗദർ, അതായത് മടുക്കുമ്പോ ഇട്ടിട്ട് പോവാ, ഇവനെയൊന്നും താങ്ങി പിടിക്കേണ്ട കാര്യമില്ലാന്ന് പുരുഷനും സ്ത്രീയും ചിന്തിച്ചു തുടങ്ങുന്ന സമയത്താണ് പറയുന്നത് കല്യാണ പ്രായമൊക്കെ കുറയ്ക്കണം. ഭാര്യയ്ക്കും ഭർത്താവിനും MLA മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഭാര്യ മാത്രമല്ല ഇൻചാർജ് ഭാര്യമാരുമുണ്ട്, നിങ്ങളും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്ന കേരളത്തിലുള്ള യുവാക്കൾ ഇതൊക്കെ പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. കള്ളക്കളവൻ എന്തിന്റെ കേടാണത്, നീ എന്നെ പറ. അല്ല, ഇത് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇതിലാണോ പറഞ്ഞത്? അത് ആക്ഷേപഹാസ്യമായിട്ടല്ലേ പറഞ്ഞത്? ആക്ഷേപഹാസ്യമായിട്ടല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അല്ല, ഈ മന്ത്രിമാർക്ക് ഇങ്ങനെ ഉണ്ട് ഇദ്ദേഹം പറഞ്ഞതിന്റെ ഇതിന്റെ സാഹചര്യം എന്താണ്? എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇദ്ദേഹം പറഞ്ഞത്? ഒരു സമ്മേളനം, ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് ഈ 15 വയസ്സിലും 12 വയസ്സിലും ഒന്നും കെട്ടിക്കുന്നത് വലിയ കുറ്റമുള്ള കാര്യമല്ല. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിത് അറിയില്ല, ഞാനത് സാഹചര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അതായത് പൊതുവെ മുഹമ്മദ് നബിയെ ഇങ്ങനെ പറയാറുണ്ട്. അതായത് മുഹമ്മദ് നബി ബാലവിവാഹം, ശൈശവ വിവാഹം നടത്തിയ ആളാണ്, 9-ാം വയസ്സിൽ ആയിഷയെ കെട്ടി, അങ്ങനെ പറയുന്നു. അതുപോലെ ഒരുപാട് ഭാര്യമാരുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇദ്ദേഹം EMSന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി, അതായത് കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പൊ EMSന്റെ അമ്മ 11-ാം വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. ഇതുപോലെ മന്ത്രിമാർക്ക് ഇതുപോലെ ഒരുപാട് ഭാര്യമാരുണ്ട്, അതൊന്നും പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഒന്നും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, ഇതെല്ലാം കൊണ്ട് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യത്തിലല്ലേ പറയാം. അല്ലാതെ അദ്ദേഹം ഇങ്ങനെ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞോ എവിടെയെങ്കിലും തിട്ടൂരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം അറിയിച്ചോ? ഇല്ല. അദ്ദേഹം പറയുന്നത് മതപണ്ഡിതനായ എല്ലാവരാലും ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരാൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. മാത്രമല്ല സമൂഹത്തിനിടയിൽ ഇയാൾ പറയുന്ന വാക്ക് അതേപടി കേൾക്കുന്ന അനവധി ആളുകൾ സമൂഹത്തിലുണ്ട്. അതായത് ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുന്തോറും മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ ബുദ്ധിശൂന്യതയും വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അതിലേക്കാണ് നമ്മളെ വിരൽ ചൂണ്ടാറുള്ളത്. ഈ കാര്യങ്ങൾ, അതായത് ഇത് ശരിയാണല്ലോ എന്ന് പോലും ചിന്തിക്കുന്ന 100-ൽ 45 പേരെങ്കിലും ഇവരുടെ കൂട്ടത്തിലുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇവരുടെ ഇരട്ടത്താപ്പ് ഇയാൾ ചോദ്യം ചെയ്തതല്ലേ? ഇല്ല, ഇയാൾ പറയുന്നത് അത് കുഴപ്പമില്ല എന്ന്. കുഴപ്പമില്ല. അതായത് പണ്ടൊരു മുസ്ലിയാർ പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല വീടുകളിലും പോകുമ്പോൾ അയാൾക്ക് സങ്കടം തോന്നാറുണ്ട് പല അച്ഛനമ്മമാരെ കാണുമ്പോൾ. എന്തുകൊണ്ടാണ്? മക്കളെ കെട്ടിച്ചയക്കാൻ പണമില്ലാത്തത് കൊണ്ട്, വിവാഹം നടത്താൻ കഴിയാത്തത് കൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പിള്ളേരുടെ ഭാവി ആലോചിച്ച്. അപ്പോ എന്റെയൊക്കെ നെഞ്ച് നീറുകയാണ്. എന്തിനാണ് നീറുന്നത്? അവരെയൊക്കെ ഞങ്ങൾ കെട്ടിക്കോളാം, പക്ഷെ ഞങ്ങളുടെ ഭാര്യമാർ അത് സമ്മതിക്കില്ല. ആ അച്ഛന്റെ അമ്മയുടെ കണ്ണീര് തുടയ്ക്കാൻ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളെ സമ്മതിക്കില്ല. എന്നാ ഈ പൈസ കൊടുത്ത് അവരെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്തൂടെ? പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് കെട്ടാൻ പറ്റുന്നില്ല, ഭാര്യമാരെ സമ്മതിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് അച്ഛന്റെ അമ്മേനെ കണ്ണുനീര് ഒപ്പാൻ പറ്റുന്നില്ല. ആ സങ്കടത്തിലാണ് ഞങ്ങൾ.